എനിക്ക് തെലുങ്ക് സിനിമയിൽ എനിക്ക് അവസരം കിട്ടുന്ന ഒരു സംഗതി, അതിന് ഞാനിപ്പോൾ ഡെന്നിസിനോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു. കാരണം നായർ സാബിൽ ഞാൻ കുമാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ അതിലത്തെ വില്ലനാണ്. ആ സിനിമ ഇതിൽ കുറേ ആക്ഷൻ സീക്വൻസസ് ഉണ്ട്. അപ്പോൾ ജോഷേട്ടൻ പറയും നിനക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഒരു സീനിൽ ഗീതയെ ഞാൻ ഓടിച്ചിട്ട് വരികയാണ്. അപ്പോൾ ഗീത ഓടിച്ചിട്ട് ഒരു മഞ്ഞുമലകളാണ്. ആ മഞ്ഞുമലയുടെ അടിവാരത്തിലൂടെ ഈ ഗീത ഓടി വരുന്നു. ഞാൻ നിൽക്കുന്നത് മഞ്ഞുമലയുടെ മേലെയാണ്. അപ്പോൾ ജോഷേട്ടനും ഡെന്നിസും കൂടി പറഞ്ഞു, താൻ അവിടെ മേലെ കയറിയിട്ട് അവിടെ നിൽക്കണം. ഈ ഗീത അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ നീ അത് ടൈം നോക്കിയിട്ട് അതിൻ്റെ ദൂരമൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് നീ ഇങ്ങനെ സ്കേറ്റ് ചെയ്ത് വരണം. നെഞ്ചി വെച്ചിട്ട് ഈ ഇത് കൂടെ നിങ്ങൾ സ്കേറ്റ് ചെയ്ത് വരണം. ഈ ഗീത ഇവിടെ നിന്ന് ഓടി വരും. അത് കറക്റ്റായിട്ട് ഈ സ്പോട്ടിൽ നീ വന്ന് പിടിക്കണം അവളെ. ഇതാണ് സംഗതി. ഇതാണെങ്കിൽ ദൂരം നമുക്കറിയില്ല എത്രയാണെന്നില്ല. അത് മാത്രമല്ല, ഈ സ്നോവിൻ്റെ അടി കൂടെ വലിയ കുറ്റികളോ എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്കറിയില്ല. വലിയ റിസ്ക് ഷോട്ടാണത്. അങ്ങനെ അന്നത്തെ ഒരു ചങ്കുറ്റത്തിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു ശരി, ഞാൻ അവിടെ കയറി അവിടെ നിന്നു. അങ്ങനെ ആക്ഷൻ പറഞ്ഞു. ഗീത കൂടി വരുന്നു. ഞാൻ അവിടെ നിന്നിട്ട് അത് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗീത ഇങ്ങനെ വരുന്നു, ഞാനിങ്ങനെ വരുന്നു. ഇങ്ങനെ കറക്റ്റ് സമയത്തിൽ ഇവൾക്ക് എടുപ്പ് പിടിക്കും. ആ ഷോട്ട് ഓക്കെ ആയിട്ട് ഞങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ ഡെന്നിസ് എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ഞാൻ നോക്കി, നന്നായിട്ട് ചെയ്തു. ഞങ്ങൾ വിചാരിച്ചില്ല ഇങ്ങനെ ചെയ്യുന്നു, വിചാരിച്ചില്ല. നന്നായിട്ടുണ്ട്. ജോഷിയേട്ടനും പറഞ്ഞു, ജോഷിയും പറഞ്ഞു അങ്ങനെ നന്നായിട്ടുണ്ട്. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് ജോഷിയേട്ടൻ എൻ്റെ അടുത്ത് മറ്റു പറഞ്ഞു, ഡെന്നിസിനോട് പറയായിരുന്നു നമുക്കിപ്പോൾ ഇവിടെ നായകന്മാരുടെ ഒരു കുറവുണ്ട്. ഇപ്പം മോഹൻലാലും മമ്മൂട്ടി മാത്രമേ ഉള്ളൂ ഇങ്ങനെ ലൈവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ സ്ഥാനത്തേക്ക് തനിക്കൊക്കെ വരാൻ പറ്റും എന്നുള്ളൊരു സംഗതി പറഞ്ഞു എൻ്റെ അടുത്ത്.